ഇനി രണ്ടാമത്തെ കാര്യം, ഒരു ബോർഡ് ഇതെല്ലാം നിയന്ത്രിക്കുക. അതിനർത്ഥം ആ ഒരു ഫുൾ അധികാരം ഗവൺമെന്റ് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലെ ആ ഒരു മേഖല ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അൺഎയ്ഡഡ് പ്രൈവറ്റ് അങ്ങനെ മേഖലകളിൽ ഏറ്റെടുക്കണം എന്നല്ല പറയുന്നത്. ഇവരുടെ ഒക്കെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു ബോർഡ് രൂപീകരിക്കാം. അല്ലെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് തോന്നുന്ന ഒരു ബോർഡിനെ നിയമിക്കാം, അല്ലെങ്കിൽ ഒരു ടീമിനെ നിയമിച്ച് ആ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ മാത്രം ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് നടത്തട്ടെ. ഈ കാര്യങ്ങൾ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം ഈ ഒരു ബോർഡ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് തികച്ചും പുതിയൊരു കാര്യമാണ്. അതൊരിക്കലും PSC അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റികളല്ല, ഏതെങ്കിലും സ്ഥാപനങ്ങളല്ല. കംപ്ലീറ്റ്ലി അത് മാറാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചുമതലയുള്ള ഈ ഒരു ബോർഡ് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് മാത്രം ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് എല്ലാ സ്കൂളുകളിലേക്കും എല്ലാ സ്ഥാപനങ്ങളിലേക്കും ഒരേപോലെ ടീച്ചേഴ്സിനെ കൊടുക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് സ്ഥാപനമാണെങ്കിലും ഏത് സ്കൂളാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടത് യഥാർത്ഥ അധ്യാപകരാണ്, യോഗ്യരായ അധ്യാപകരാണ്. സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ചിന്തിക്കാതെ കുട്ടികളെ കേന്ദ്രീകരിച്ച് ചിന്തിക്കൂ. എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടത് മികച്ച അധ്യാപകരാണ്. അവരിലൂടെ കുട്ടികൾ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കൊള്ളും. 3, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒറ്റ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞതാണ് മൂന്നാമത്തെ കാര്യം. അതായത് ഒരു ഏകീകൃത വിദ്യാഭ്യാസ ഭരണ സംവിധാനം ഉണ്ടാവുക. വിച്ച് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബോർഡ്, ഒരൊറ്റ അതോറിറ്റി ഇതെല്ലാം ഭരിക്കട്ടെ. പലര് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു അധികാരം ഒരൊറ്റ മേഖലയ്ക്ക് മാത്രം വിട്ടുകൊടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒന്നായിട്ട് പ്രവർത്തിച്ച് എല്ലാ സ്ഥാപനങ്ങളും ഒരേ നിലവാരത്തിലേക്ക് എത്തിക്കട്ടെ. എല്ലാവരും ഒരേ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ഏത് സ്കൂളായാലും എല്ലാ കുട്ടികൾക്കും മികച്ച അധ്യാപകരെ ആവശ്യമാണ്, മികച്ച വിദ്യാഭ്യാസവും ആവശ്യമാണ്. ഇനിയും മനസ്സിലാകാത്ത ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എഡ്യൂക്കേഷൻ റിഫോം വീഡിയോസ് ഉറപ്പായിട്ടും കാണുക. നമ്മൾ പ്രതികരിക്കേണ്ടത് ഒരു മാറ്റത്തിന് വേണ്ടിയാണ്, ആരെയും കുറ്റപ്പെടുത്താനാവരുത്. താങ്ക്